അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ചിട്ടാണ്. ഫോർമേഷൻ ഓഫ് INC ആൻഡ് ഡിഫറെൻറ്റ് ഇൻ്റർപ്രിട്ടേഷൻ അബൌട്ട് ദി INC എന്ന് പറയുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അതായത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ, ദേശീയ സമരത്തിൽ ഒരുപാട് സംഘടനകൾ ഉയർന്നു വന്നിട്ടുണ്ട്. ആ സംഘടനകളുടെ പേരുകളൊക്കെ നമ്മൾ മുൻകഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ചെറിയ ചെറിയ അസോസിയേഷൻസ്, ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷന്, അതുപോലുള്ള പൂനെ സാർവജനിക സഭ, ഇത്തരത്തിലുള്ള മദ്രാസ് അസോസിയേഷൻ, ബോംബെ അസോസിയേഷൻ, ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ അസോസിയേഷനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു. അതിനുശേഷം ഇവയെല്ലാം കൂടിച്ചേർന്നുകൊണ്ട് ഒരു വലിയ ഒരു സംഘടന രൂപീകൃതമായത് 1885 കൂടിയിട്ടാണ്. നമ്മളിവിടെ കൊടുത്തിട്ടുള്ള ഫോട്ടോ PPT കാണാം. 1885 INCയുടെ സമ്മേളനത്തിൽ തന്നിട്ടുള്ള വിവിധ ആളുകളാണത്. അപ്പോൾ A.O. ഹ്യൂം എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് INC 1885 രൂപീകരിക്കുന്നതിന് വേണ്ടി നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ദേശീയ നേതാക്കൾ ഒരു ആൾ ഇന്ത്യ സംഘടന രൂപീകരിക്കണം എന്ന ആവശ്യവുമായിട്ട് മുന്നോട്ട് വന്നതിൻ്റെ ഭാഗമായിട്ട് 1885 ഡിസംബറിലാണ് ഈ INC രൂപീകരിക്കപ്പെട്ടത്. ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ചാണ് INCയുടെ ആദ്യത്തെ മീറ്റിംഗ് നടന്നത്. അപ്പോൾ ഈ മീറ്റിങ്ങിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് 72ഓളം പേര് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഈ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചിട്ടുണ്ടായിരുന്നത് WC ബാനർജി ആയിരുന്നു. ഈ ഒരു മീറ്റിങ്ങിൻ്റെ ഭാഗമായിരുന്നു INC രൂപീകൃതമായത്. INCയുടെ ലക്ഷ്യങ്ങളും അവിടെ വെച്ച് തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മീറ്റിങ്ങിൽ വെച്ച് എന്തെല്ലാം ലക്ഷ്യങ്ങളാണ് INC സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് വെച്ചതെന്ന് നമുക്ക് നോക്കാം. ഇതിൽ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ദേശീയ നേതാക്കന്മാർക്കിടയിൽ ഒരു സൗഹൃദം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു. അതായത് ഈ സംഘടനയിലൂടെ ഇന്ത്യയുടെ വിവിധ ഭാഗത്ത് പ്രവർത്തിക്കുന്ന, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന നേതാക്കൾക്കിടയിൽ ഒരു യൂണിറ്റി കൊണ്ടുവരിക എന്നതായിരുന്നു പ്രാഥമിക ലക്ഷ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജാതി മത ഭേദമന്യേ എല്ലാ ഇന്ത്യക്കാർക്കിടയിലും ഐക്യം കൊണ്ടുവരിക എന്നുള്ളത് INCയുടെ മറ്റൊരു ലക്ഷ്യമായിരുന്നു. ഇന്ത്യൻ ജനങ്ങളുടെ ആവശ്യങ്ങൾ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ളതായിരുന്നു അടുത്തൊരു ലക്ഷ്യം. അതായത് ഇന്ത്യക്കാർക്ക് ധാരാളം പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ കണ്ടെത്തിക്കൊണ്ട് അത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതായിരുന്നു മറ്റൊരു ലക്ഷ്യം. പിന്നെ ഇന്ത്യയിൽ ജനങ്ങൾക്കിടയിൽ ഒരു പൊതു ജനാഭിപ്രായം രൂപീകരിക്കുക എന്നുള്ളതും INCയുടെ ലക്ഷ്യങ്ങളിൽ പെട്ടതാണ്. ബ്രിട്ടീഷ് ഗവൺമെൻറ് എന്തുകൊണ്ടാണ് ഒരു ആൾ ഇന്ത്യ ഓർഗനൈസേഷൻ സ്ഥാപിച്ചത് എന്നതിനെ ചൊല്ലി നിരവധി ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ഇന്ത്യക്കാർക്കിടയിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഉള്ളത്. അതായത് INC രൂപീകരിക്കാൻ നേതൃത്വം നൽകിയിട്ടുള്ളത് ബ്രിട്ടീഷുകാരായിട്ടുള്ള A.O. ഹ്യൂം, അതുപോലെ മറ്റു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരെല്ലാം ഇതിന് സഹായം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇങ്ങനെ ഇതിനെ സഹായിച്ചത് എന്നുള്ളതിനെ കുറിച്ചിട്ട് വ്യത്യസ്ത ചരിത്രകാരന്മാർക്കിടയിൽ പല പല അഭിപ്രായങ്ങളാണ് ഉള്ളത്. ചിലരുടെ അഭിപ്രായത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ജനരോഷം ഇല്ലാതാക്കാനാണ് INC രൂപീകരിച്ചത് എന്നാണ് പറയുന്നത്. കാരണം ഈ സമയത്ത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ ധാരാളം സമരപരിപാടികളും മറ്റുമൊക്കെ നടക്കുന്ന സമയമാണ്. കാരണം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ഉണ്ടായി. അതിനുശേഷം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്ന സമയമാണ്. അപ്പോൾ ഈ പ്രതിഷേധങ്ങളെയൊക്കെ ഒന്ന് അടക്കി വെക്കാൻ വേണ്ടിയിട്ട് എല്ലാ നേതാക്കളെയും കൂടി കൂട്ടിയിട്ട് ഒരു ചർച്ച നടത്തുന്ന രീതിയിലാണ്, അതിനു വേണ്ടിയിട്ടാണ്, ഈ ജനരോഷം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് INC രൂപീകരിച്ചത് എന്നുള്ളതാണ് ചില ആളുകളുടെ അഭിപ്രായം. ബിപിൻ ചന്ദ്രയുടെ അഭിപ്രായത്തിൽ INC എന്നുള്ളത് പെട്ടെന്നുണ്ടായ ഒന്നല്ല, ഒരുപാട് കാലത്തെ ചർച്ചകൾക്ക് ശേഷം ഉണ്ടായതാണ് INC. അതുകൊണ്ട് തന്നെ ഇതിലുള്ള എല്ലാവരും തന്നെ ദേശത്തെ സ്നേഹിക്കുന്നവരായിരുന്നു എന്നാണ് ബിപിൻ ചന്ദ്ര പറഞ്ഞിട്ടുള്ളത്. 1886 ഡിസംബറിൽ കൊൽക്കത്തയിൽ വെച്ചിട്ടാണ് ഒന്നാം INC സമ്മേളനം നടന്നത്. ഈ സമയത്ത് ദാദാഭായ് നവറോജി ആയിരുന്നു സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 1886 ഡിസംബറിൽ കൽക്കത്തയിൽ വെച്ചിട്ടാണ് ഒന്നാം INC സമ്മേളനം നടക്കുന്നത്. 1885 വെച്ചിട്ട് രൂപീകൃതമായിട്ടുണ്ട് എങ്കിലും ഒന്നാം സമ്മേളനം നടക്കുന്നത് 1886 ഡിസംബറിലാണ്. കൽക്കത്തയിൽ വെച്ചിട്ടായിരുന്നു ഇത് നടന്നിട്ടുണ്ടായിരുന്നത്. ദാദാഭായ് നവറോജി ആയിരുന്നു സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഇതിന് ശേഷം എല്ലാ വർഷവും ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു നഗരത്തിൽ വെച്ചുകൊണ്ട് INCയുടെ സമ്മേളനം നടത്താറുണ്ട്. അത് ഇപ്പോഴും നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 1885 INC രൂപീകരിച്ച സമയത്ത് ബ്രിട്ടീഷുകാർക്ക് സൗഹൃദപരമായിട്ടുള്ള നിലപാടാണ് INCയോട് ഉണ്ടായിരുന്നത്. പിന്നീട് INC തങ്ങളുടെ വിവിധ സമ്മേളനങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രമേയം അവതരിപ്പിക്കുകയും അവർക്കെതിരെ പ്രതികരിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ ഈ നിലപാടിൽ മാറ്റം ഉണ്ടായി. ശേഷം അവർ INC തങ്ങൾക്ക് ഭീഷണിയാണ് എന്ന് കണ്ടപ്പോൾ ഈ സപ്പോർട്ട് പിൻവലിക്കുകയാണ് ചെയ്തിട്ടുള്ളത്.
ലോർഡ് ഡഫറിൻ പ്രഭു INC വിശേഷിപ്പിച്ചത് മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്നാണ് INC വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. INC ധാരാളം വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടൊരു വിമർശനമാണ് INC എന്നുള്ളത് വരേണ്യ വർഗത്തിൻ്റെ ഒരു പാർട്ടിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ സാധാരണക്കാർ അല്ലെങ്കിൽ അടിത്തട്ടിൽ നിന്നുള്ള ജനങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല, അതിലുള്ളവരെല്ലാം വരേണ്യ വർഗമാണ് എന്നുള്ളൊരു വിമർശനം INCക്കെതിരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുപോലെ മറ്റൊരു വിമർശനം എന്നുള്ളത് INC ഒരിക്കലും ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനോട് പ്രതികരിച്ചിട്ടില്ല. വെറുതെ പ്രമേയം അവതരിപ്പിക്കാൻ മീറ്റിംഗ് കൂടിയിട്ട് അവർ പിരിഞ്ഞു പോകുക എന്നുള്ളൊരു രീതിയായിരുന്നു INCക്ക് ഉണ്ടായിരുന്നത് എന്നുള്ളൊരു വിമർശനം കൂടെ ഉയർന്നു വരുന്നുണ്ട്. എങ്കിൽ കൂടെയും ഈ കാലഘട്ടത്തിൽ മറ്റൊരു സംഘടനയും ഇല്ലാതിരുന്ന സമയത്ത് ഒരു ദേശീയ ബോധം ഉണ്ടാക്കാനായിട്ട് INCക്ക് സാധിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോഗ്രാംസ് ഓഫ് INC. ഈ INCയുടെ കാലഘട്ടത്തെ പൊതുവെ മൂന്നായിട്ട് വിഭജിച്ചിട്ടുണ്ട്. INCയുടെ പ്രവർത്തന കാലഘട്ടത്തെ പൊതുവെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ കാലഘട്ടം എന്ന് പറയുന്നത് മിതവാദികളുടെ കാലഘട്ടമാണ്. 1885 മുതൽ 1905 വരെയാണ് മിതവാദികളുടെ കാലഘട്ടം എന്ന് പറയുന്നത്. പിന്നീട് വരുന്നത് തീവ്രവാദികളുടെ കാലഘട്ടമാണ്. 1905 മുതൽ 1919 വരെയാണ് തീവ്രവാദികളുടെ കാലഘട്ടം എന്ന് പറയുന്നത്. പിന്നീട് വരുന്നത് വിവിധ സമരങ്ങളുടെ കാലഘട്ടം, ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള ഒരു കാലഘട്ടമാണ് മൂന്നാമതായിട്ട് വരുന്നത്. ഗാന്ധി INCയിലേക്ക് കടന്നു വരികയും പിന്നീട് അദ്ദേഹത്തിൻ്റെ വിവിധ സമരമുറകളിലൂടെയുള്ള പ്രതിഷേധങ്ങളാണ് നമ്മൾ കാണപ്പെടുന്നത്. അങ്ങനെ 3 കാലഘട്ടങ്ങളായിട്ടാണ് INCയുടെ പ്രവർത്തന കാലഘട്ടത്തെ തരംതിരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ആദ്യം വരുന്ന മിതവാദികളുടെ കാലഘട്ടം, അതായത് മോഡറേറ്റ്സിൻ്റെ പീരീഡ് എന്താണെന്ന് നോക്കാം. 1885 മുതലാണ് മിതവാദികളുടെ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇവരുടെ ആശയങ്ങൾ എന്ന് പറയുന്നത് ഇവരുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ മിതമായിട്ടുള്ള ആശയങ്ങളായിരുന്നു, അതായത് ഉദാരപരമായിട്ടുള്ള ആശയങ്ങളായിരുന്നു ഇവർ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഇവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള രീതി എന്ന് പറയുന്നത് വളരെ സാവധാനത്തിലുള്ള ഒന്നായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനുപരിയായി അവർ ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ ഗവൺമെൻറ്റിന് മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇന്ത്യൻ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ കൂടുതൽ പ്രാതിനിധ്യം വേണം, അതുപോലെ തന്നെ നിയമത്തിന് മുന്നിൽ ഈക്വാലിറ്റി വേണം, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ ഗവൺമെൻറ്റിന് മുമ്പിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പ്രമേയങ്ങളിലൂടെയും മീറ്റിങ്ങുകളിലൂടെയും പെറ്റീഷനുകളിലൂടെയും എല്ലാം ഇവർ അവരുടെ ആവശ്യങ്ങൾ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടു. അതായത് ഇവരുടെ പ്രവർത്തനങ്ങൾ 3P എന്നാണ് അറിയപ്പെടുന്നത്. പെറ്റീഷൻ, പ്രൊട്ടസ്റ്റ്, പ്രയർ എന്നിങ്ങനെ 3P എന്നാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ അറിയപ്പെടുന്നത്. ഇതായിരുന്നു അവരുടെ പ്രവർത്തനങ്ങൾ. പ്രമേയങ്ങൾ അവതരിപ്പിക്കുക, ബ്രിട്ടീഷ് ഗവൺമെൻറ് മുന്നിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൊണ്ടെത്തിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവർ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത് ഭരണഘടനയുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടായിരുന്നു. ഇവർ ഒരിക്കലും നിയമങ്ങൾ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഗവൺമെൻറ്റിനെതിരെ പ്രതിഷേധിക്കുകയും മറ്റൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ശക്തമായിട്ട് പ്രതിഷേധിക്കുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇവർ ചെറിയ തോതിൽ തങ്ങളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഗവൺമെൻറ്റിന് മുന്നിൽ അവതരിപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ദാദാഭായ് നവറോജി, അതുപോലെ തന്നെ ബിപിൻ ചന്ദ്ര, ഫിറോസ് ഷാ മേത്ത, ആനന്ദ് മോഹൻ ബോസ്, ഗോപാലകൃഷ്ണ ഗോഖലെ, MG റാനഡെ, മദൻ മോഹൻ മാളവ്യ തുടങ്ങിയവരാണ് മിതവാദികളിൽ പ്രമുഖരായിട്ടുള്ളവർ. മിതവാദികളുടെ പ്രധാന പ്രവർത്തനം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് പ്രഷർ ചെലുത്തുക എന്നുള്ളതായിരുന്നു. അതായത് ഇവർ ജനങ്ങളുടെ ആവശ്യങ്ങൾ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് മുന്നിൽ അവതരിപ്പിച്ചു. അതിനുപരിയായിട്ട് ഇവർ ഒരിക്കലും ഒരു വിപ്ലവത്തിനോ മറ്റോ മുതിർന്നിട്ടുണ്ടായിരുന്നില്ല, തീവ്രപരമായിട്ടുള്ള നിലപാടെടുക്കാൻ ഇവർ മുതിർന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ INCക്കകത്ത് മിതവാദികൾക്കെതിരെ ഒരു വിഭാഗം ഉയർന്നു വന്നു. ഈ രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, ഈ രീതിയിൽ ഉദാരപരമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടില്ല എന്നുള്ളൊരു അഭിപ്രായം മുന്നോട്ട് വെച്ചുകൊണ്ട് ഒരു വിഭാഗം ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. ഇവരാണ് തീവ്രവാദി പക്ഷം അല്ലെങ്കിൽ എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് എക്സ്ട്രീമിസ്റ്റ് അഥവാ തീവ്ര ദേശീയവാദികൾ, INCക്കകത്ത് രൂപം കൊണ്ടിട്ടുള്ള തീവ്ര ദേശീയവാദികൾ, അവരുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1905 മുതൽ 1919 വരെ INCയിൽ മേധാവിത്വം പുലർത്തിയിരുന്നവരാണ് തീവ്ര ദേശീയവാദികൾ അല്ലെങ്കിൽ തീവ്രവാദികൾ എന്നറിയപ്പെടുന്നത്. തീവ്ര ദേശീയവാദികൾക്ക് മിതവാദികളെ പോലെ ബ്രിട്ടീഷുകാരിൽ യാതൊരു വിശ്വാസവും ഭയവും ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഇവരുടെ ആവശ്യം സെൽഫ് ഗവൺമെൻറ് അഥവാ സ്വരാജ് ആയിരുന്നു. അശ്വിനി കുമാർ ദത്ത, ബങ്കിം ചന്ദ്ര ചാറ്റർജി തുടങ്ങിയവർ ബംഗാളിലും വിഷ്ണു ശാസ്ത്രി മഹാരാഷ്ട്രയിലുമൊക്കെ വൻതോതിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ലാലാ ലജ്പത് റായ്, ബാലഗംഗാധർ തിലക്, ബിപിൻ ചന്ദ്ര തുടങ്ങിയവ മറ്റു തീവ്ര ദേശീയവാദി നേതാക്കളാണ്. ആണ് ചെറിയ ക്ലാസ്സിലൊക്കെ ലാൽ പാൽ ബാൽ എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇവരെല്ലാം തീവ്ര ദേശീയവാദികളായിരുന്നു. ഇവർ മിതവാദികളെ ശക്തമായിട്ട് എതിർത്തിട്ടുണ്ടായിരുന്നു.
ഇന്ത്യക്ക് സ്വതന്ത്രം നേടണമെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾ ധൈര്യമുള്ളവരായിരിക്കണമെന്ന് ഇവർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇവരുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ പോരായ്മകൾ ജനങ്ങളെ ബോധിപ്പിക്കാൻ വലിയ തോതിലുള്ള കാര്യപരിപാടികൾ നടന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ആളുകൾ ഒഴുകിയെത്താനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇവരുടെ വിപ്ലവകരമായിട്ടുള്ള പ്രവർത്തനങ്ങളും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനോട് ശക്തിയായ രീതിയിൽ ഉള്ള പ്രതിഷേധങ്ങളും കാരണമായിട്ട് ജനങ്ങൾക്ക് ഇവരിൽ വിശ്വാസം ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് തീവ്ര ദേശീയവാദികൾ 1905 മുതൽ 1919 വരെ INCയിൽ മേധാവിത്വം പുലർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എക്സ്ട്രീമിസ്റ്റ് പറയുമ്പോൾ ഇവരുടെ കാലഘട്ടം മുറുകെ 1905 മുതൽ 1919 വരെയാണ് ഇവർ നേതൃത്വ നിരയിലുണ്ടായിരുന്നത്. ഇവർ അന്ന് നിലനിന്നിട്ടുണ്ടായിരുന്ന ഭരണഘടനാ നിയമങ്ങളെയൊക്കെ പൊളിച്ച് എഴുതിക്കൊണ്ട്, അതായത് ഭരണഘടനയുടെ പരിധിക്ക് പുറത്ത് നിന്നുകൊണ്ടാണ് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് നിയമങ്ങളൊക്കെ ബ്രേക്ക് ചെയ്തിട്ടാണ് ഇവർ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. പിന്നെ സ്വരാജ്, അതായത് സ്വയംഭരണം എന്നുള്ളത് ഇവരുടെ ഒരു പ്രധാന ആവശ്യങ്ങളിൽപ്പെട്ടതായിരുന്നു. പിന്നെ പ്രധാന നേതാക്കൾ ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലകൻ, ബിപിൻ ചന്ദ്ര, അശ്വിനി കുമാർ ദത്ത, ബങ്കിംചന്ദ്ര ചാറ്റർജി, ഇത്തരത്തിലുള്ള പേരുകളും നിങ്ങൾ ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അടുത്തതായിട്ട് കൾച്ചറൽ നാഷണലിസം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അത് ലോങ് ഇൻസൊക്കെ ചോദിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം, സിലബസിൽ മെൻഷൻ ചെയ്തുകൊണ്ട് മാത്രം ഒന്ന് പറഞ്ഞു പോവാം. കൾച്ചറൽ നാഷണലിസം എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു നാഷണൽ യൂണിറ്റിയുടെ അടിസ്ഥാനം കൾച്ചറായിരുന്ന ഒരു അവസ്ഥയാണ്. ഒരു പ്രത്യേക സംസ്കാരം അല്ലെങ്കിൽ ആചാരം, ഭാഷ ഇവയിൽ നിന്നെല്ലാം ദേശീയത ഉടലെടുക്കുന്നതിനെയാണ് കൾച്ചറൽ നാഷണലിസം എന്ന് പറയുന്നത്. കൾച്ചറൽ നാഷണലിസത്തിൻ്റെ ആദ്യകാല വക്താക്കളിൽ ഒരാളാണ് അരവിന്ദ ഘോഷ് എന്ന് പറയുന്നത്. അപ്പോൾ തെലുങ്ക് സംസാരിക്കുന്നവർക്ക് വേണ്ടി ഒരു സംസ്ഥാനം രൂപീകരിക്കണം എന്നുള്ള ആവശ്യം ഒക്കെ ഉയർന്നു വന്ന ഇന്ത്യയിൽ ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനമൊക്കെ രൂപീകരിച്ചത് ഇതിൻ്റെ ഭാഗമായിട്ടാണ്. കൾച്ചറൽ നാഷണലിസം ഇൻ ഇന്ത്യൻ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്ന ഡോക്ടർ TD പട്നായിക്കിൻ്റെ പുസ്തകത്തിൽ ഇന്ത്യയിലുള്ള കൾച്ചറൽ നാഷണലിസത്തിനെ കുറിച്ചിട്ടും അതിൻ്റെ രൂപീകരണത്തെക്കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി എന്താണ് കൾച്ചറൽ നാഷണലിസം. അതായത് ഭാഷ, സംസ്കാരം, ആചാരം ഇവയിൽ നിന്നെല്ലാം ദേശീയത ഉടലെടുക്കുന്നതിനെയാണ് കൾച്ചറൽ നാഷണലിസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് റവല്യൂഷണറി ടെററിസം. ഇന്ത്യയിൽ ഉയർന്നു വന്നിട്ടുള്ള വിവിധ വിപ്ലവ പ്രസ്ഥാനങ്ങളെ കുറിച്ചിട്ടാണ് ഇതിൽ മേജറായിട്ട് പറയുന്നത്. എന്താണ് റവല്യൂഷണറി ടെററിസം, അതെങ്ങനെയാണ് ഉണ്ടായത്, അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണ്, ഇതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരൊക്കെയാണ്, അവരുടെ മോഡ് ഓഫ് ഓപ്പറേഷൻ എങ്ങനെയായിരുന്നു, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മേജറായിട്ട് ഇതിൽ നോക്കുന്നത്. അപ്പോൾ വിപ്ലവ പ്രവർത്തനങ്ങളിലൂടെ ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കുക, ഏത് രീതിയിൽ ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷുകാരെ പുറത്താക്കുക എന്നതായിരുന്നു ഈ വിപ്ലവകാരികളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ റവല്യൂഷണറി ടെററിസം ഉയർന്നു വരാനായിട്ട് ധാരാളം ലക്ഷ്യങ്ങളുണ്ട്. അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരിലൊരു ഭയം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു. ഓക്കെ, ബ്രിട്ടീഷുകാരിലൊരു പേടി ഉണ്ടാക്കിയെടുക്കുക, ഇന്ത്യക്കാരിങ്ങനെ ചൂഷണം ചെയ്യുമ്പോൾ ഇന്ത്യക്കാർ ചെറുത്ത് നിൽക്കുമെന്നുള്ളൊരു പേടി ബ്രിട്ടീഷുകാരിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു ഈ വിപ്ലവകാരികളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യക്കാരിലുള്ള ഭയം ഇന്ത്യ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ലക്ഷ്യം പറയുന്നത് ബ്രിട്ടീഷുകാരിൽ ഭയം ഉണ്ടാക്കിയെടുക്കുക. ഇന്ത്യക്കാരെ ഇതുപോലെ അടിച്ചമർത്തി കഴിഞ്ഞാൽ ഇന്ത്യക്കാർ പ്രതികരിക്കും, ആയുധങ്ങളും ബോംബുകളും തോക്കുകളൊക്കെ ഉപയോഗിച്ച് തിരിച്ചടിക്കും എന്നുള്ളൊരു പേടി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു ഒരു ലക്ഷ്യം. മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യക്കാരെ ഉള്ളിലുള്ള പേടി, ബ്രിട്ടീഷുകാരുടെ ഒരു പേടി ഉണ്ടാവുമല്ലോ ഇന്ത്യക്കാർക്ക്, അത് ഇല്ലാതാക്കുക. ബ്രിട്ടീഷുകാർ എന്തോ വലിയ സംഭവമാണെന്നുള്ള ജനങ്ങളുടെ ഉള്ളിലുള്ള പേടിയെ ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു അവരുടെ മറ്റൊരു ലക്ഷ്യം എന്നുള്ളത്. എന്തായാലും ഇവരുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് കൊളോണിയൽ ഭരണം അവസാനിപ്പിക്കുക. ഏത് വിധേനയും എത്ര അടിച്ചിട്ടാണെങ്കിലും ബോംബ് എറിഞ്ഞിട്ടാണെങ്കിലും കൊളോണിയൽ ഭരണം അവസാനിപ്പിക്കുക. സമാധാനപരമായിട്ടുള്ള രീതിയിലല്ലായിരുന്നു ഇവർ പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. എത്ര ആക്രമണം നടത്തിയിട്ടാണെങ്കിലും എന്ത് ചെയ്തിട്ടായാലും ബ്രിട്ടീഷുകാരെ എന്ത് വില കൊടുത്തും ഇന്ത്യയിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതായിരുന്നു ഈ വിപ്ലവകാരികളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. പിന്നീട് ഈ റവല്യൂഷണറി ടെററിസത്തിൽ പറയാനുള്ളത് ഇത് ഏത് സാഹചര്യത്തിലാണ് ഇത് ഉയർന്നു വന്നത്, ഇന്ത്യയിൽ എങ്ങനെയാണ് ഈ വിപ്ലവ പ്രസ്ഥാനങ്ങളൊക്കെ ഉയർന്നു വന്നത്. ഇതിന് ധാരാളം കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ട് പറയുന്നത് യൂറോപ്പിലുണ്ടായിട്ടുള്ള വിപ്ലവ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ട് ഇന്ത്യയിലുള്ള യുവാക്കൾ വിവിധ മാസികകളിലൂടെയും എഴുത്തുകളിലൂടെയൊക്കെ അറിയാണ്.
അപ്പോൾ അതിൽ നിന്നൊരു പ്രചോദനം അതിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഒരു പ്രചോദനമാണ്, അതായത് യൂറോപ്പിലുണ്ടായിട്ടുള്ള വിപ്ലവ പ്രസ്ഥാനങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഒരു പ്രചോദനമാണ് ഇന്ത്യയിലെ റവല്യൂഷണറി ആക്ടിവിറ്റീസ് തുടങ്ങാനുള്ള കാരണങ്ങൾ ഒന്നെന്ന് പറയുന്നത്. പിന്നീട് മറ്റു കാരണങ്ങൾ പറയുകയാണെങ്കിൽ ജനങ്ങൾ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് നേരിട്ടിട്ടുള്ള പീഡനങ്ങളും അവരുടെ മർദ്ദന മുറകളും ഒക്കെ തന്നെയാണ്. ഇവരെ ഇവിടുന്ന് പുറത്താക്കണം എന്നുള്ളൊരു ചിന്ത സ്വാഭാവികമായിട്ട് ജനങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതും മറ്റൊരു കാരണമാണ്. പിന്നെ ഇതിൽ മേജറായിട്ടൊരു കാരണം പറയുന്നത് 1905 റഷ്യയും ജപ്പാനും തമ്മിൽ യുദ്ധം നടക്കുന്നുണ്ട്. ഈ യുദ്ധത്തിൽ ജപ്പാൻ ജയിക്കുന്നുണ്ട്. അപ്പോൾ ഈ ജപ്പാൻ എന്ന് പറയുന്നത് ഒരു ഏഷ്യൻ രാജ്യമാണ്. ഏഷ്യൻ രാജ്യം റഷ്യക്കെതിരെ ചെറുത്ത് തോൽപ്പിച്ചപ്പോൾ ഇന്ത്യക്കാർക്കും ഒരു തോന്നൽ വന്നു, അതായത് ഏഷ്യക്കാരായിട്ടുള്ള ജപ്പാന് റഷ്യയെ തോൽപ്പിക്കാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യക്ക് ബ്രിട്ടീഷുകാരെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ളൊരു തോന്നൽ വരികയും ഇന്ത്യക്കാർ കൂടുതൽ ആയിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ റഷ്യ ജപ്പാൻ യുദ്ധത്തിൽ ജപ്പാൻ്റെ വിജയം എന്ന് പറയുന്നത് ഈ വിപ്ലവ പ്രസ്ഥാനങ്ങൾക്കൊരു ഒരു പ്രേരണയാണ്. പിന്നീടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ബംഗാൾ വിഭജനമാണ്. ബംഗാൾ വിഭജനത്തിന് ശേഷം അത് റദ്ദ് ചെയ്യണമെന്നുള്ള ആവശ്യവുമായിക്കൊണ്ട് ഒരുപാട് തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇതിൽ ധാരാളം യുവാക്കളും പങ്കാളികളായിട്ടുണ്ട്. ഇവർ ഏത് രീതിയിലും ബ്രിട്ടനെ ഇന്ത്യയിൽ നിന്ന് തുരത്തണം എന്ന് തീരുമാനിച്ചിട്ടുള്ള ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ പോരാട്ടത്തിന് ബോംബ്, തോക്ക് തുടങ്ങിയിട്ടുള്ള ആയുധങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇവർ രഹസ്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു, രഹസ്യമായിട്ട് ട്രെയിനിങ് നൽകിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. പിന്നെ ഇവരുടെ പ്രവർത്തന രീതി എന്ന് പറയുന്നത്, ഈ വിപ്ലവകാരികളുടെ പ്രവർത്തന രീതി എന്ന് പറയുന്നത് അടിച്ചമർത്തുകയും അനാവശ്യമായിട്ടുള്ള നിയമങ്ങൾ നടപ്പാക്കുകയും ഒക്കെ ചെയ്യുന്ന ഓഫീസേഴ്സിനെ തിരഞ്ഞു പിടിച്ച് വധിക്കുക എന്നായിരുന്നു. അനാവശ്യമായിട്ടുള്ള നിയമങ്ങൾ നടപ്പാക്കുകയും അതുപോലെ തന്നെ ജനങ്ങൾക്ക് ദ്രോഹപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്ന ഓഫീസേഴ്സിനെ തിരഞ്ഞു പിടിച്ചിട്ട് വധിച്ച് കളയുക എന്നുള്ളത് തന്നെയായിരുന്നു ഇവരുടെ ഒരു രീതി എന്ന് പറയുന്നത്. ഒരു കോംപ്രമൈസ് ഇതിലില്ലായിരുന്നു. പിന്നെ ഇവർക്ക് ഈ ബോംബുകളും തോക്കുകളും ആയുധങ്ങൾ വാങ്ങാനും അതുപോലെ ഇവർ ധാരാളം പരിശീലന ശാലകളൊക്കെ തുടങ്ങിയിരുന്നു. അപ്പോൾ ഇതിനൊക്കെ ഇവർക്ക് പണം വേണ്ടിയിരുന്നു. ഈ പണം ഇവർ കണ്ടെത്തിയത് സമ്പന്നരെ കൊള്ളയടിച്ചിട്ടൊക്കെയാണ്. സമ്പന്നരായിട്ടുള്ള ആളുകളെയും അതുപോലെ ഗവൺമെൻറ് ഓഫീസുകളൊക്കെ കൊള്ളയടിച്ചിട്ട്, ട്രഷറിയൊക്കെ കൊള്ളയടിച്ചിട്ടാണ് ഇവർ പണം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇവർ ഈ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേണ്ടിയിട്ട് ആളുകൾക്ക് ട്രെയിനിങ് നൽകിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ തോക്കുകളും ബോംബുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണ ജനങ്ങളായി തോക്കും ബോംബും കൊടുത്ത് അവർക്കൊന്നും ചെയ്യാൻ അറിയില്ലല്ലോ. അപ്പോൾ ഇവർക്ക് യുദ്ധം ചെയ്യാനുള്ള ട്രെയിനിങ്ങുകളും ഇവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഇവർ ഒരുപാട് സൊസൈറ്റികൾ ബംഗാളിലും മഹാരാഷ്ട്രയിലും പഞ്ചാബിലൊക്കെ ആയിട്ടാണ് കൂടുതലായിട്ട് ഇത് വന്നിട്ടുള്ളത്. ഓക്കെ. അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ അനുശീലൻ സമിതി, യുഗാന്തർ, ഇതൊക്കെയാണ് ഇതിന് ഉദാഹരണം. അനുശീലന സമിതി. പിന്നെ വി ഡി സവർക്കറും ഗണേഷ് സവർക്കറും മഹാരാഷ്ട്രയിൽ കൊണ്ടുവന്ന അഭിനവ് ഭാരത്, ഇതൊക്കെ പ്രധാനപ്പെട്ട സീക്രട്ട് സൊസൈറ്റികളാണ്. ഇതൊക്കെ മറ്റു പേരുകളിലാണ് തുടങ്ങുന്നത്. അതായത് ഒരു വിപ്ലവ പ്രസ്ഥാനത്തിന് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സെൻറ്റർ എന്നതിലുപരി ഇവർ മറ്റേ ഒരു രീതിയിലാണ് തുടങ്ങുന്നത്. അപ്പോൾ അനുശീലന സമിതിയൊക്കെ ഇവർ തുടങ്ങിയിട്ടുള്ളത് ഫിറ്റ്നസ് സെൻറ്റർ എന്നുള്ള രീതിയിലൊക്കെയാണ്. അതിൻ്റെ പുറകിൽ വിപ്ലവകാരികൾക്ക് ട്രെയിനിങ് കൊടുത്തിട്ട് വിടുന്ന പണിയാണ് ഉണ്ടായിരുന്നത്. പ്രധാനപ്പെട്ട വിപ്ലവ നേതാക്കൾ എന്ന് പറയുന്നത് അരവിന്ദോ ഘോഷ്, അതുപോലെ തന്നെ ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്ര, ഇവരൊക്കെയായിരുന്നു പ്രധാന വിപ്ലവ നേതാക്കൾ എന്ന് പറയുന്നത് ആദ്യ കാലഘട്ടത്തിൽ. പിന്നീട് അതുപോലെ തന്നെ രാജ് ബിഹാരി ബോസിനെയാണ് ഇന്ത്യൻ റവല്യൂഷണറി ടെററിസത്തിൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. ബംഗാൾ, മഹാരാഷ്ട്ര, UP, പഞ്ചാബ്, ബീഹാർ എന്നീ പ്രദേശങ്ങളിലാണ് വിപ്ലവ പ്രസ്ഥാനങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത് കൂടുതലായിട്ട് വേരോടാനായിട്ട് സാധിച്ചിട്ടുള്ളത്. പിന്നീട് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ആദ്യം നമ്മൾ കുറച്ച് വിപ്ലവ നേതാക്കളുടെ പേര് പറഞ്ഞു. അരവിന്ദോ ഘോഷ്, ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, അതുപോലെ തന്നെ രാജ് ബിഹാരി ബോസിനെ കുറിച്ചിട്ട് പറഞ്ഞു. അതിനുശേഷം വന്നിട്ടുള്ള കുറച്ച് റവല്യൂഷണറി ആളുകളുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട നേതാവാണ് ഭഗത് സിംഗ്, ഉദ്ധം സിംഗ്, രാംപ്രസാദ് ബിസ്മിൽ, ചന്ദ്രശേഖർ ആസാദ്, ഉദ്റാം ബോസ് തുടങ്ങിയിട്ടുള്ളവരെല്ലാം ഈ വിപ്ലവ നേതാക്കളിൽ പെടുന്നവർ തന്നെയാണ്. ഭഗത് സിംഗിൻ്റെ കാര്യമൊക്കെ നമുക്കറിയാം. ഭഗത് സിംഗ് ആണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷനൊക്കെ രൂപീകരിക്കുന്നുണ്ട്. അദ്ദേഹം ബീഹാറിലെ സെൻട്രൽ അസംബ്ലിയിൽ ബോംബ് എറിയുകയും തുടർന്ന് അദ്ദേഹത്തെ വധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ്. അപ്പോൾ നമ്മൾ റവല്യൂഷണറി ടെററിസത്തിൽ പറഞ്ഞ എന്താണ് റവല്യൂഷണറി ടെററിസം? റവല്യൂഷണറി ടെററിസം എന്ന് പറയുന്നത് ആയുധങ്ങളും മറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണ രീതിയിൽ ബ്രിട്ടീഷുകാരെ നേരിടുന്ന ഒരു രീതിയാണ് വിപ്ലവ പ്രസ്ഥാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവരുടെ ലക്ഷ്യങ്ങൾ നമ്മൾ പറഞ്ഞു. ബ്രിട്ടീഷുകാരിൽ ഒരു ഭയം ഉണ്ടാക്കുക, ബ്രിട്ടീഷുകാരെ പൂർണ്ണമായിട്ടും തുരത്തുക, ഇന്ത്യക്കാരിൽ നിന്ന് ഭയം എടുത്തു കളയുക, ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞു. പിന്നെ ഇവിടെ ഒരു പ്രവർത്തന രീതി പറഞ്ഞു.
പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഓഫീസേഴ്സിനെ തെരഞ്ഞു പിടിച്ചിട്ട് വധിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഇവിടെ രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ റവല്യൂഷണറി ടെററിസത്തിൽ പറയാനുള്ളത്. അടുത്തതായിട്ട് പറയാനുള്ളത് ബംഗാൾ വിഭജനത്തെ കുറിച്ചിട്ടാണ്. പാർട്ടീഷൻ ഓഫ് ബംഗാൾ. ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ മേജറായിട്ടുള്ള പോയിന്റ്സ് നമുക്ക് പറഞ്ഞു പോകും. 1905 ഈ ബംഗാൾ വിഭജനം ഉണ്ടായിട്ടുള്ളത്. കൈസൻ പ്രഭുവാണ് ബംഗാൾ വിഭജനം കൊണ്ടുവന്നിട്ടുള്ളത്. ഭരണപരമായിട്ടുള്ള സൗകര്യത്തിന് എന്ന പേരിലാണ് ബംഗാളിനെ വിഭജിച്ചത്. കാരണം ബംഗാൾ ഒരു ലാർജ് ഏരിയയാണ്, അത് ഭരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ള പേരിലാണ്, ഭരണപരമായ സൗകര്യത്തിന് എന്ന പേരിലാണ് ബംഗാളിനെ കൈസൻ പ്രഭു രണ്ടാക്കി വിഭജിച്ചത്. ഈസ്റ്റ് ബംഗാളെന്നും അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളെന്നും രണ്ടാക്കി വിഭജിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം ആയിരുന്നില്ല, ഭരണപരമായ സൗകര്യം ആയിരുന്നില്ല. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ യുണൈറ്റഡ് ബംഗാളിനെ ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു. കാരണം ഈ യുണൈറ്റഡ് ബംഗാൾ ബ്രിട്ടീഷ് ഭരണത്തിന് ഭീഷണിയാവുമെന്ന് മനസ്സിലാക്കിയപ്പോൾ അതിനെ വിഭജിച്ചതിൻ്റെ ശക്തി കുറക്കുക എന്നുള്ളതായിരുന്നു ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. കാരണം ധാരാളം വിപ്ലവ പ്രസ്ഥാനങ്ങളും മറ്റൊക്കെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നത് ബംഗാളിലായിരുന്നു. പിന്നെ അവിടുത്തെ ജനങ്ങൾ തമ്മിലൊരു യൂണിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ തകർക്കുക എന്നുള്ളതായിരുന്നു. കാരണം ഈസ്റ്റ് ബംഗാളെന്നും അതുപോലെ വെസ്റ്റ് ബംഗാളെന്നും രണ്ടായി തരംതിരിച്ച് കൊണ്ട്, ഒന്ന് മുസ്ലിം ഭരണ ഭൂരിപക്ഷ പ്രദേശം, ഒന്ന് ഹിന്ദു ഭൂരിപക്ഷ പ്രദേശം, ഇതിനെ രണ്ടാക്കി വിഭജിച്ചുകൊണ്ട് ഇവർക്കിടയിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ സുരേന്ദ്രനാഥ് ബാനർജിയുടെ അഭിപ്രായത്തിൽ ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം ഐക്യം തകർക്കാനുള്ള ഒരു ബോംബായിരുന്നു കൈസന്റെ ബംഗാൾ വിഭജനം എന്നാണ് സുരേന്ദ്രനാഥ് ബാനർജി അഭിപ്രായപ്പെട്ടത്. ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം ഐക്യം തകർക്കാനുള്ള ഒരു ബോംബായിരുന്നു കൈസന്റെ ബംഗാൾ വിഭജനം എന്നാണ് ഇദ്ദേഹം സുരേന്ദ്രനാഥ് ബാനർജി അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഏറ്റവും അസംബന്ധമായ കാര്യം എന്നാണ് INC ഇതിൽ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ബംഗാൾ വിഭജനത്തെ ഏറ്റവും അസംബന്ധമായ കാര്യം എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. കാരണം ബംഗാളിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലൊരു യൂണിറ്റി ഉണ്ടാവുകയും ഇവരും ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാവുകയും അതുപോലെ തന്നെ ധാരാളം വിപ്ലവ പ്രസ്ഥാനങ്ങളും ബംഗാളിൽ ഉയർന്നു വന്നതോടുകൂടി ഈ ബംഗാളിലെ ഈ യൂണിറ്റി ബ്രിട്ടീഷ് ഭരണത്തിനൊരു ഭീഷണിയാവും എന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ, അതായത് ലോർഡ് കൈസനാണ് ബംഗാളിനെ ഹിന്ദു ബംഗാളെന്നതും മുസ്ലിം ബംഗാളെന്നും രണ്ടാക്കിയിട്ട് വിഭജിക്കുന്നത്. ഈസ്റ്റ് ബംഗാളെന്നും അതുപോലെ വെസ്റ്റ് ബംഗാളെന്നും ആയിട്ട് രണ്ടായിട്ട് വിഭജിക്കുന്നത്. ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി എന്ന് പറയുന്ന പോളിസി, അതായത് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന് പറയുന്ന പോളിസി യഥാർത്ഥത്തിൽ ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇവരെ മതത്തിൻ്റെ പേരിൽ ഇവരെ തമ്മിൽ അടി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവർ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലടിച്ചോളും. ഇവരൊരിക്കലും ബ്രിട്ടീഷുകാർക്ക് നേരെ തിരിയില്ല, ബ്രിട്ടീഷുകാർക്ക് അവിടെ അടി കണ്ട് നിന്നാൽ മതി എന്നുള്ളൊരു ബുദ്ധി ആയിരുന്നു ഇവർ മുന്നോട്ടെടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ളൊരു ബുദ്ധിയായിരുന്നു ഇവർ എടുത്തിട്ടുണ്ടായിരുന്നത്. ഹിന്ദുക്കളെ മുസ്ലിങ്ങളെ തമ്മിൽ അടുപ്പിച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ ചൂഷണങ്ങളും മറ്റൊന്നും ഇവർ കാണില്ല എന്നുള്ളൊരു ചിന്ത ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായിരുന്നു. അതുപോലെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ശക്തി കുറയും എന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാരാണ് ഈ ബംഗാളിനെ വിഭജിക്കാനുള്ള ഐഡിയ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് INC എന്ത് ചെയ്തു? INCയും ഇതിനെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ INCയുടെയൊക്കെ നേതൃത്വത്തിൽ ധാരാളം ഈ ബംഗാൾ വിഭജനത്തിനെതിരെ നല്ല പ്രക്ഷോഭങ്ങളും മറ്റൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. വിഭജനത്തിനെതിരെ തുടരെ പ്രതിഷേധ പ്രസ്ഥാനങ്ങളൊക്കെ ഉയർന്നു വരാനായിട്ട് തുടങ്ങുന്നുണ്ട്. തുടക്കത്തിൽ കൃഷ്ണകുമാർ മിശ്ര അതുപോലെ സുരേന്ദ്രനാഥ് ബാനർജി എന്നീ നേതാക്കളാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതായത് ബംഗാൾ വിഭജനത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ആദ്യം നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നത് കൃഷ്ണകുമാർ മിശ്ര അതുപോലെ തന്നെ സുരേന്ദ്രനാഥ് ബാനർജി എന്നീ നേതാക്കളായിരുന്നു. പിന്നീട് മിലിറ്റന്റ് നാഷണലിസ്റ്റുകളായിട്ടുള്ള ബിപിൻ ചന്ദ്ര, അരബിന്ദോ ഘോഷ്, അശ്വിനി കുമാർ ദത്ത തുടങ്ങിയിട്ടുള്ള തീവ്രമായിട്ടുള്ള ആളുകൾ ബംഗാൾ വിഭജന പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വ നിരയിലേക്ക് തന്നെ എത്തുന്നുണ്ട്. പിന്നീട് 1905 ഓഗസ്റ്റ് 7 ഈ ബംഗാൾ വിഭജനം നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ ആ ദിവസം ഇത് ദേശീയ വിലാപ ദിനമായിട്ട് ആചരിക്കാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. മാത്രമല്ല ഇവർ ജനകീയ ഹർത്താലുകളും പ്രതിഷേധ മീറ്റിങ്ങുകളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ ഇതുകൊണ്ടൊന്നും ബ്രിട്ടീഷ് ഗവൺമെൻറ് ഈ ബംഗാൾ വിഭജനം റദ്ദ് ചെയ്യാനായിട്ട് തയ്യാറാവുന്നില്ല. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ടുള്ള ഇവർ പിന്നീട് സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ബംഗാൾ വിഭജനം എന്താണെന്ന് പറഞ്ഞു. ബംഗാൾ വിഭജനം 1905 കൈസൻ പ്രഭുവാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ബംഗാളിനെ രണ്ടാക്കി വിഭജിക്കുകയായിരുന്നു. ഹിന്ദു ഭൂരിപക്ഷമുള്ള ഒരു ബംഗാളും അതുപോലെ തന്നെ മുസ്ലിം ഭൂരിപക്ഷമുള്ള ബംഗാളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ രണ്ടിനെയും വിഭജിച്ചുകൊണ്ട് ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ശക്തി കുറക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ ലക്ഷ്യം. ഇതിനെതിരെ ധാരാളം പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഈ പ്രതിഷേധങ്ങളൊന്നും വിലപ്പോകാതെ വന്നപ്പോൾ അവർ എന്താണ് ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞു, ഒരു സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് എന്താണ് സ്വദേശി പ്രസ്ഥാനം എന്നാണ്. അപ്പോൾ സ്വദേശി പ്രസ്ഥാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബംഗാൾ വിഭജനത്തിനെതിരെ INCയുടെ നേതൃത്വത്തിൽ ഉയർന്നു വന്നിട്ടുള്ളൊരു പ്രതിഷേധ പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുന്നത്.
അപ്പോൾ ഇവരുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ബംഗാൾ വിഭജനം റദ്ദ് ചെയ്യാൻ വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ പ്രഷർ എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇവർ ഇതിന് ഉപയോഗിച്ചിട്ടുള്ള ടൂൾ എന്ന് പറയുന്നത് വിദേശ വസ്തുക്കളെ ബഹിഷ്കരിക്കുക എന്നുള്ളതായിരുന്നു. അതുപോലെ തന്നെ സ്വദേശി വസ്തുക്കളെ പ്രോത്സാഹിപ്പിക്കുക, അതുവഴി ബ്രിട്ടനെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കുക, എന്നിട്ട് അവരുടെ ഭരണത്തിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളത് തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുന്നത് ബംഗാൾ വിഭജനത്തിനെതിരെ INCയുടെ നേതൃത്വത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ഒരു പ്രതിഷേധ പ്രസ്ഥാനമാണ്. ഇവരുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, വിദേശ നിർമ്മിത ഉൽപ്പന്നങ്ങളൊക്കെ ഇവർ ഇതിൻ്റെ ഭാഗമായിട്ട് തെരുവിലും മറ്റൊക്കെ കൂട്ടിയിട്ട് കത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ സ്വദേശി ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, അത് ഉപയോഗിക്കുക. ഇതുവഴി എന്താണ്, ബ്രിട്ടന് സാമ്പത്തിക നേട്ടം ഉണ്ടാവില്ല. കാരണം അവരുടെ ഉൽപ്പന്നങ്ങളൊന്നും ഇന്ത്യക്കാർ വാങ്ങിയിട്ടില്ലെങ്കിൽ ബ്രിട്ടന് സാമ്പത്തിക നേട്ടം ഉണ്ടാവില്ല, അവരുടെ ഗവൺമെൻറ്റിന് തന്നെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥ വരും. അപ്പോൾ ഇങ്ങനെ ഗവൺമെൻറ്റിനെ പ്രതിസന്ധിയിലാക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അങ്ങനെ ഇവർ വിദേശ വസ്ത്രങ്ങളെല്ലാം ബഹിഷ്കരിച്ചു. ഇവരുടെ സമര രീതികളാണ് ഇനി പറയുന്നത്. ഏതെല്ലാം രീതിയിലാണ് ഇവർ ബഹിഷ്കരണം നടത്തിയിട്ടുള്ളതെന്നാണ് നമ്മൾ നോക്കുന്നത്. അതായത് വിദേശ വസ്ത്രങ്ങളെല്ലാം ഇവർ ബഹിഷ്കരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ പുരോഹിതന്മാരാരും തന്നെ എന്ത് ചെയ്തിട്ടില്ല, വിദേശ പൂജാ സാധനങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല. അതുപോലെ ഇതിൻ്റെ ഭാഗമായി ഇന്ത്യൻ ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ ഇവയെല്ലാം ഉയർന്നു വന്നു. ഇന്ത്യക്കാരുടേതായിട്ടുള്ള ചെറിയ ചെറിയ വ്യവസായ സ്ഥാപനങ്ങൾ, അതുപോലെ ഇന്ത്യക്കാരുടേതായിട്ടുള്ള ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികളൊക്കെ ഉയർന്നു വന്നു. വിദേശികളുടേതായിട്ടുള്ള ഇത്തരം സാധനങ്ങളൊക്കെ ബഹിഷ്കരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നോവലുകൾ, ജേർണലുകൾ, പ്രോസുകൾ തുടങ്ങിയവയൊക്കെ ഇന്ത്യൻ ഭാഷകളിൽ കൂടുതലായിട്ട് എഴുതാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ സ്വദേശീവൽക്കരണവും ബഹിഷ്കരണ പ്രസ്ഥാനമൊക്കെ ശക്തമായിട്ടുള്ള സമയത്ത് ബ്രിട്ടീഷുകാർ ഇതിനെ അടിച്ചമർത്താനുള്ള നടപടികളും എന്ത് ചെയ്തിട്ടുണ്ട്, സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ തളർത്താൻ തുടങ്ങിയപ്പോൾ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, ഈ സ്വദേശീവൽക്കരണത്തെയും ബഹിഷ്കരണത്തെയൊക്കെ അടിച്ചമർത്താനുള്ള നടപടികൾ ഇവർ സ്വീകരിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഇവർ പബ്ലിക് മീറ്റിങ്ങുകൾ നിരോധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രസ്സുകൾ ജനങ്ങളിലേക്ക് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ചൂഷണങ്ങൾ എത്തിക്കുന്ന സ്ഥാപനങ്ങൾ. അപ്പോൾ പ്രസ്സുകളും പത്രങ്ങളും എല്ലാം ഇവരെന്ത് ചെയ്തു, പ്രസ്സുകളുടെയും പത്രങ്ങളുടെയൊക്കെ അവകാശങ്ങൾ വെട്ടിക്കുറക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ പല സ്വദേശി പ്രവർത്തകരെയും വധിക്കുകയും പലരെയും ജയിലിലടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. 1907 എന്ത് ചെയ്തു, ലാലാ ലജ്പത് റായിയെ നാട് കടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ട്. പിന്നീട് 1908 ബാലഗംഗാധര തിലകനെ അറസ്റ്റ് ചെയ്യുകയും 8 വർഷത്തോളം ജയിലിലടക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വന്ദേ മാതരം, അതുപോലെ അമൃത് ബസാർ പത്രിക, യുഗാന്തർ എന്നീ പത്രങ്ങളൊക്കെയാണ് സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് മെയിനായിട്ടും. പിന്നീട് ഈ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വ നിരയിലുണ്ടായിരുന്നത് കൂടുതലായിട്ടും തീവ്രവാദികൾ തന്നെയാണ്. തീവ്രവാദികളും മിതവാദികളും തമ്മിൽ ധാരാളം പ്രശ്നങ്ങൾ ഉടലെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എങ്കിലും ഈ പ്രസ്ഥാനവുമായിട്ട് ഇവർ മുന്നോട്ട് പോവുക തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് 1911 ഇവരുടെയൊക്കെ നിരന്തര സമ്മർദ്ദത്തിൻ്റെയും അതുപോലെ തന്നെ സമരങ്ങളുടെയൊക്കെ ഫലമായിട്ട് സ്വദേശി പ്രസ്ഥാനത്തിൻ്റെയും ബഹിഷ്കരണ പദ്ധതികളുടെയൊക്കെ പ്രവർത്തന ഫലമായിട്ട് ബംഗാൾ വിഭജനം ഹാർഡിഞ്ച് പ്രഭു റദ്ദാക്കുന്നുണ്ട്. 1911 ഇവരുടെയൊക്കെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ബംഗാൾ വിഭജനം ഹാർഡിഞ്ച് പ്രഭു റദ്ദാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ബംഗാൾ വിഭജനവും സ്വദേശി മൂവ്മെൻറ്റും നമ്മൾ പറഞ്ഞു. സ്വദേശി മൂവ്മെൻറ്റിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ബംഗാൾ വിഭജനം 1911 ഹാർഡിഞ്ച് പ്രഭു റദ്ദാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സ്വദേശി മൂവ്മെൻറ്റ് ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. മേജറായിട്ട് എന്താണ് സ്വദേശി മൂവ്മെൻറ്റ്? സ്വദേശി മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ബംഗാൾ വിഭജനം റദ്ദ് ചെയ്യാൻ വേണ്ടിയിട്ട് INCയുടെ നേതൃത്വത്തിൽ തുടങ്ങിയിട്ടുള്ളതാണ്. ഒരു വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുകയും സ്വദേശി വസ്തുക്കൾ, അതായത് ഇന്ത്യക്കാർ ഉൽപ്പാദിപ്പിച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് സ്വദേശി മൂവ്മെൻറ്റ്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ഹോം റൂൾ പ്രസ്ഥാനത്തിനെ കുറിച്ചിട്ടാണ്. ഹോം റൂൾ പ്രസ്ഥാനം തുടങ്ങിയിട്ടുള്ളത് ബാലഗംഗാധര തിലകനും അതുപോലെ ആനി ബെസൻറ്റും കൂടെ കൂടിച്ചേർന്നിട്ടാണ്. 1908 ബാലഗംഗാധര തിലകനെ ജയിലിൽ അടക്കുന്നുണ്ട്. അതിനെ തുടർന്നിട്ട് 1914 ജയിൽ മോചനത്തിന് ശേഷം അദ്ദേഹം ഹോം റൂൾ പ്രസ്ഥാനം തുടങ്ങുന്നത്. ഹോം റൂൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഭരണത്തിൽ നിന്നും ഇന്ത്യക്കൊരു സ്വയം ഭരണം, അഥവാ ഒരു സെൽഫ് റൂൾ എന്നുള്ളൊരു ആശയമാണ്. ഓക്കെ, അപ്പോൾ ബാലഗംഗാധര തിലകനും ആനി ബെസൻറ്റുമാണ് ഈ ഹോം റൂൾ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇന്ത്യക്ക് സ്വയം ഭരണം എന്നുള്ളതാണ്. ഗോപാലകൃഷ്ണ ഗോഖലെ, അതുപോലെ തന്നെ NS ഗോൾക്കർ, അതുപോലെ BS മൂഞ്ചി എന്നിവരൊക്കെ ഇതിൻ്റെ മറ്റു നേതാക്കന്മാരാണ്. ബാലഗംഗാധര തിലക് 1914 കൊണ്ടുവന്നിട്ടുള്ള അതേ മാതൃകയിൽ 1916 സെപ്റ്റംബറോട് കൂടിയിട്ട് ആനി ബെസൻറ്റ് മദ്രാസിൽ ഹോം റൂൾ പ്രസ്ഥാനം സ്ഥാപിക്കുന്നുണ്ട്. സുബ്രഹ്മണ്യ അയ്യർ, CP കേശവസ്വാമി അയ്യർ, VP വാഡിയ, TP തലാങ്ക്, ജോർജ്,
അതുപോലെ തന്നെ അരുൺ ദാലെ തുടങ്ങിയ ആളുകളൊക്കെ ഇതിന് സപ്പോർട്ടായി കൊടുത്തിട്ടുണ്ട്. അതായത് ആനി ബെസന്റിന് സപ്പോർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് പ്രസ്ഥാനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയതോട് കൂടിയിട്ട് ഇതിന് നല്ല ശക്തിയൊക്കെ ലഭിച്ചിട്ടുണ്ട്. അതായത് തിലക് കൊണ്ടുവന്ന ഹോം റൂൾ മൂവ്മെൻറ്റും അതുപോലെ 1916 ആനി ബെസന്റ് മദ്രാസിൽ കൊണ്ടുവന്നിട്ടുള്ള ഹോം റൂൾ പ്രസ്ഥാനം ഒരുമിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ ഇതിന് നല്ല രീതിയിൽ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. ബോംബെ പ്രസിഡൻസിലും അതുപോലെ സെൻട്രൽ പ്രസിഡൻസിലുമായിരുന്നു ബാലഗംഗാധര തിലക് കൂടുതലായിട്ട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ മദ്രാസ് പ്രസിഡൻസി കേന്ദ്രീകരിച്ചിട്ടാണ് ആനി ബെസന്റ് പ്രവർത്തനം നടത്തിയത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ബോംബെ പ്രസിഡൻസി കേന്ദ്രീകരിച്ചിട്ടാണ് ബോംബെ പ്രസിഡൻസിയും അതുപോലെ സെൻട്രൽ പ്രസിഡൻസിയും കേന്ദ്രീകരിച്ചിട്ടാണ് ബാലഗംഗാധര തിലകൻ തൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. മദ്രാസ് പ്രസിഡൻസി കേന്ദ്രീകരിച്ചാണ് ആനി ബെസന്റ് പ്രവർത്തനം നടത്തിയത്. ഇവർ സ്വാതന്ത്ര്യത്തിന് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആനി ബെസന്റ് തൻ്റെ ആശയങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ന്യൂ ഇന്ത്യ അതുപോലെ കോമൺവെൽത്ത് എന്നിങ്ങനെ 2 പത്രങ്ങൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പത്രങ്ങളുടെ പേര് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, ന്യൂ ഇന്ത്യ ആൻഡ് കോമൺവെൽത്ത്. അങ്ങനെ ഈ മൂവ്മെൻറ്റിനെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. തിലകിനെയും ആനി ബെസന്റിനെതിരെയൊക്കെ ഇവർ കടുത്ത നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ജയിലടക്കലും അതുപോലുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഹോം റൂൾ പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഹോം റൂൾ പ്രസ്ഥാനം എന്ന് പറയുന്നത് 1916 ആനി ബെസന്റ് തുടങ്ങിയത്. അതിന് മുമ്പ് തന്നെ 1914 ബാലഗംഗാധര തിലകൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ബാലഗംഗാധര തിലകൻ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത് ബോംബെ പ്രസിഡൻസിയും അതുപോലെ സെൻട്രൽ പ്രസിഡൻസിയിലുമാണ്. ആനി ബെസന്റ് പ്രസിദ്ധീകരിച്ചത് അല്ലെങ്കിൽ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് മദ്രാസ് പ്രസിഡൻസി കേന്ദ്രീകരിച്ചിട്ട് ആയിരുന്നു. പിന്നെ ഹോം റൂൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്നും ഒരു സ്വയം ഭരണം എന്നുള്ളതാണ്. പിന്നെ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് ആനി ബെസന്റിൻ്റെ പത്രങ്ങളെ കുറിച്ചിട്ടാണ്. തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ന്യൂ ഇന്ത്യ ആൻഡ് കോമൺവെൽത്ത് എന്നീ പത്രങ്ങൾ ആനി ബെസന്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അവസാനം ബ്രിട്ടീഷുകാർ ഇതിനെയും അടിച്ചമർത്താൻ ശ്രമിച്ചു. ബാലഗംഗാധര തിലകനും ആനി ബെസന്റിനെയൊക്കെ ജയിലടക്കവും മറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ലക്നൗ പാക്റ്റിനെ കുറിച്ചിട്ടാണ്. ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം എക്സാമിന് വേണ്ടിയിട്ട്, മെയിൻ പോയിന്റ്സ് മാത്രം. ലക്നൗ പാക്റ്റ് എന്നുള്ളത് ഈ മൊഡ്യൂളിലെ അവസാനത്തെ ടോപ്പിക്കും കൂടെയാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ലക്നൗ പാക്റ്റിലൂടെ എന്താണ് സംഭവിച്ചത്, ലക്നൗ ഉടമ്പടിയുടെ എന്താണ് പ്രത്യാഘാതങ്ങൾ ഉണ്ടായതെന്ന് നമുക്ക് നോക്കാം. ഇതിലൂടെ INCയും അതുപോലെ മുസ്ലിം ലീഗും ബ്രിട്ടീഷുകാർക്കെതിരെ ഒരുമിച്ച് പ്രവർത്തിക്കാനായിട്ട് തീരുമാനമെടുക്കുകയാണ്. ലക്നൗ പാക്റ്റ് ഉണ്ടായിട്ടുള്ളത് 1916 അത് ഓർത്ത് വെക്കുക. എക്സാമിന് എഴുതുമ്പോൾ ലക്നൗ പാക്റ്റിൻ്റെ വർഷം നമ്മൾ അറിയണമല്ലോ. അപ്പോൾ 1916 ലക്നൗ പാക്റ്റ് ഉണ്ടായിട്ടുള്ളത്. ഈ സമ്മേളനത്തിലൂടെ എന്താണ് ഇതിൻ്റെ ബൈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്? ഇതിലൂടെ INCയും മുസ്ലിം ലീഗും ബ്രിട്ടീഷുകാർക്കെതിരെ ഒരുമിച്ച് പ്രവർത്തിക്കാനായിട്ട് തീരുമാനിച്ചു. ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും എല്ലാം പൊതു ശത്രു ബ്രിട്ടനാണ് എന്നുള്ളൊരു ബോധം വരികയും അങ്ങനെ മുസ്ലിം ലീഗും INCയും തമ്മിൽ ഒരുമിച്ച് പ്രവർത്തിക്കാനായിട്ട് തീരുമാനിച്ചു. അതായത് ബ്രിട്ടൻ്റെ ഭരണം അവസാനിപ്പിക്കാൻ അവർക്കെതിരെ പോരാടാനായിട്ട് തീരുമാനിച്ചു എന്നുള്ളതാണ് ലക്നൗ പാക്റ്റിൻ്റെ പ്രധാനപ്പെട്ട ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓർത്ത് വെക്കുക. അതായത് മുസ്ലിം ലീഗും INCയും ഒരുമിച്ച് പ്രവർത്തിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ലക്നൗ പാക്റ്റിലൂടെ തന്നെ ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം ഐക്യം എന്ത് ചെയ്തിട്ടുണ്ട്, ശക്തിപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. കാരണം മുസ്ലിം ലീഗും INCയും തമ്മിലൊരു ഒരുമിച്ച് പോകാനുള്ള തീരുമാനം എടുത്തതിൻ്റെ ഭാഗമായിട്ട് ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും യൂണിറ്റി കൂടാനായിട്ട് ഇത് കാരണമായിട്ടുണ്ട്. ഈ ലക്നൗ പാക്റ്റിൽ ധാരാളം ആവശ്യങ്ങൾ ഇവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് മുസ്ലിങ്ങൾക്ക് പ്രത്യേക മണ്ഡലം വേണം, അതുപോലെ തന്നെ കേന്ദ്രത്തിലും അതുപോലെ നിയമനിർമ്മാണ സഭകളുടെയൊക്കെ പരിധി വിപുലീകരിക്കണം, അതുപോലെ കൂടുതൽ ഇന്ത്യക്കാരെ വൈസ്രോയിയുടെ കൗൺസിലിൽ ഉൾപ്പെടുത്തണം, പിന്നീട് പ്രവിശ്യകൾക്ക് സ്വയംഭരണ അധികാരം കൊടുക്കണം, ഭരണ കാര്യങ്ങൾ അതായത് കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്നും നീതിന്യായ വിഭാഗത്തെ സെപ്പറേറ്റ് ചെയ്യണം. ഇതൊക്കെയായിരുന്നു ഇവരുടെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ആവശ്യങ്ങളൊന്നും കൂടെ പറയാം. ലക്നൗ പാക്റ്റിൽ അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങൾ മുസ്ലിം വിഭാഗങ്ങൾക്ക് പ്രത്യേക മണ്ഡലം ഉണ്ടായിരിക്കണം, കേന്ദ്രത്തിലും നിയമസഭകളിലും പരിധി വ്യാപിപ്പിക്കണം, അതുപോലെ പ്രവിശ്യകൾക്ക് സ്വയംഭരണം കൊടുക്കുക, കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്നും നീതിന്യായ വിഭാഗത്തെ അല്ലെങ്കിൽ നീതിനിർവഹണ വിഭാഗത്തെ സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയായിരുന്നു ഇവരുടെ ആവശ്യങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ലക്നൗ പാക്റ്റ് എന്ന് നമ്മൾ പറഞ്ഞു. 1907 ലക്നൗ പാക്റ്റ് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ INCയും മുസ്ലിം ലീഗും ഒരുമിച്ച് ബ്രിട്ടനെതിരെ പോരാടാനായിട്ട് തീരുമാനിച്ചു. 1916 ഇത് ഉണ്ടായതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ വിട്ടുപോയ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് മിതവാദികളും തീവ്രവാദികളും പിന്നീട് ഒരുമിച്ച് പോകാനായിട്ട് തീരുമാനിക്കുന്നത്.
1907 സൂററ്റിൽ വെച്ചിട്ടുള്ള സമ്മേളനത്തിൽ INC മിതവാദികളെന്നും തീവ്രവാദികളെന്നൊക്കെ സ്പ്ലിറ്റായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരും ഒരുമിച്ച് പോകാനായിട്ട് തീരുമാനിച്ചത് ഈ 1916 ലക്നൗ പാക്റ്റോട് കൂടിയിട്ടാണ്. അപ്പോൾ ഈ ലക്നൗ പാക്റ്റിൽ മിതവാദികളും തീവ്രവാദികളും ഒരുമിച്ച് പോകാനായിട്ട് തീരുമാനിച്ചു. അതുപോലെ മുസ്ലിം ലീഗും INCയും തമ്മിലൊരു കണക്ഷനും വരുന്നുണ്ട്. പിന്നെ ഇവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു, അതും ജസ്റ്റ് ഒന്ന് നോക്കി പോകാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 3ാമത്തെ മോഡ്യൂൾ. ഓക്കെ.